മനു മനു നിന്നെ എത്ര നേരം വിളിക്കണം, നിന്റെ ഫോൺ എന്താ എടുക്കാത്തത്? ഞാൻ കണ്ടില്ലടാ. എന്തുപറ്റി? ഇത് ആരാണ് വന്നിരിക്കണം നോക്ക് നീ. நான் பாலக்காட்டில் இருக்கேன். இங்கேருந்து திருச்சூருக்கான வருന്നത്. ஓகே மனோ, ஏமாத்திட்டு போயிட்டேன்னு நினைச்சேன். നമ്മുടെ പ്രിന്റർ ശരിയാക്കാനുള്ള ഫുള്ള് സംഭവമായിട്ടാണ് ആള് വന്നിരിക്കുന്നത്. നാട്ടിൽ ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അത് വെച്ച് കാര്യങ്ങളൊക്കെ ശരിയാക്കാൻ ഇറക്കെ കുറച്ച് ടൈം വേണ്ടിയിരുന്നത്. പക്ഷേ അതൊക്കെ പറഞ്ഞാൽ ആ സമയത്ത് നിങ്ങൾ വിശ്വസിക്കില്ല. அதனால தான் நான் யார்ட்டையும் சொல்லாமல் போயிட்டேன். ஆனால் அன்னு പറഞ്ഞതിനേക്കാൾ അഡ്വാൻസ്ഡ് ഹെഡും സ്പാറ്റ്സും ഇത് ഉള്ളിൽ ഇருக்கு. ക്ലോത്തിൽ വരെ ഇനി നിങ്ങൾക്ക് പ്രിന്റ് അടിക്കാം. എന്റെ ഒരു പ്രായച്ചിത്തമാണെന്ന് കൂട്ടിക്കോ. നീ എന്താണ് മനു ഒരു ഉഷാറിലാണ് നിൽക്കണ്? ആ ഖത്തർ ഷാജഹാന്റെ ബിൽഡിംഗിൽ പുതിയ റൂം ഒഴിവുണ്ട്, നമുക്ക് അവിടെ തുടങ്ങാന്ന്. അലിഭായ്, നിങ്ങൾ വന്നത് തന്നെ വലിയ സന്തോഷം. പക്ഷേ വീണ്ടും ഇനിയൊരു യൂണിറ്റ് തുടങ്ങാൻ ഞാനില്ല. മനു, എന്താന്ന് ഭായ്? പെട്ടെന്ന് ഒരു മുടിവ് എടുക്കേണ്ട. അത് വരയ്ക്കും അത് ഇങ്ങനെ ഇരിക്കട്ടോ. ശരി മണ്ണോട്ട് സൊല്ലേ. ആ മനു ദാ കാണിക്കരുത്. ഇത്രയ്ക്ക് ഒരു ഉത്തരവാദിത്തം വേണ്ടേ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം. എത്ര ലക്ഷം രൂപയുടെ സാധനമാണെന്ന് വല്ല ഐഡിയ ഉണ്ടോ നിങ്ങൾക്ക്? ബാംഗ്ലൂർ ഇത്രയും സാധനം കെട്ടിപ്പറക്കി ഞാൻ പ്രിന്ററിന്റെ മെയിൻ ബോർഡ് അടിച്ചു പോയി. പ്രിന്റ് അടിച്ചോണ്ടിരിക്കുവായിരുന്നു, അതിനിടയ്ക്ക് ആ ശ്രീജന ഒരു അബദ്ധം പറ്റി. താനൊന്നും പറയണ്ട. താൻ ആ പ്ലഗ് കുത്തിയപ്പോ സ്പാർക്ക് വരുന്നത് ഞാൻ കണ്ടതാ. ഇതൊക്കെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള മെഷീൻസ് ആണ്. ഇത്ര കെയർലെസ് ആയിട്ട് അതും ഈ സമയത്ത് പ്രശ്നമാണ്. ടെക്നീഷ്യന്മാർ നാളെ രാവിലെ എത്തുള്ളൂ. ഇന്ന് മുഴുവൻ അടിച്ചാലും തീരാത്തത്ര പ്രിന്റ് ബാക്കിയുണ്ട്. നാളെ രാവിലെ വേലപ്പറമ്പിൽ ബോർഡ് കയറിയിട്ടില്ലെങ്കിലേ മൊത്തം പ്രശ്നമാവും. നിനക്ക് വല്ല കാര്യമുണ്ട്? ഏത് സമയത്താണ് ആ പ്ലഗ് കുത്താൻ തോന്നിയത്? രാഹുലെ, പറ്റിയത് പറ്റി. അത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഇപ്പൊ എന്താണ് കാര്യം? പറ്റിയത് പറ്റിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് നിന്റെ കമ്പ്യൂട്ടറിന് മുന്നിൽ നിന്ന് ഡിസൈൻ ചെയ്ത പരിപാടിയല്ല. ഇന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് പ്രിന്റ് മൊത്തം തീർക്കണം. നിന്നെ കൊണ്ട് പറ്റുമോ? എടാ, നമുക്ക് പുറത്തു കൊടുത്ത് അടിച്ചൂടെ? ഒരു മെഷീനൊക്കെ ട്രബിൾ വരുമ്പോ എല്ലാരും ചെയ്യുന്ന കാര്യങ്ങളല്ലേ ഇത്? പാലക്കാടും കോയമ്പത്തൂരുള്ള മിക്ക ടീമുകളെ വിളിച്ചു നോക്കി. ഇന്ന് തന്നെ വേണമെന്ന് പറഞ്ഞപ്പോ ആർക്കും പറ്റില്ല. ഇത്രയും സ്ക്വയർ ഫീറ്റ് ഇല്ലേ, സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാന്ന് വെച്ചാൽ ഉത്സവ സീസൺ അല്ലേ, ഒരു രക്ഷയില്ല. ഡിസൈൻ ചെയ്യാൻ പറഞ്ഞാൽ ഡിസൈൻ ചെയ്യണം, അല്ലാതെ അതൊന്നും കയറി പിടിക്കാനുണ്ടത്. എത്ര നഷ്ടം വരാന്ന് നിനക്കറിയോ? രാഹുലെ, ഒരു നഷ്ടവും വരില്ല. നിങ്ങൾ പറഞ്ഞ സമയത്ത് പറഞ്ഞ രീതിയിൽ പ്രിന്റ് അടിച്ച് തരുന്ന ഒരാള് എൻ്റെ കയ്യിലുണ്ട്. പറക്കേട്ടാ, അലിബായി ഇപ്പൊ എവിടെ എത്തിയിട്ടുണ്ടാവും? എന്തിനാ ഈ മാത്രം നിന്നെ നീയാക്കും? ഇപ്പോയ കാലം ഒരു പാഠമാക്കും. ഇന്നോരോന്നും വെട്ടമാക്കും. ആ വെട്ടം എന്നെ തീകോളമാക്കും. ഈ ഉലകം എനിക്ക് തന്ന പരങ്ങൾ എനിക്ക് മുന്നിൽ കണക്ക് പതുക്കെ തുറന്നരികിൽ വന്നു എന്നെ തേടി എത്തും. ഈ കൈകൾ മാനം താങ്ങി നിർത്തും. മനു, അലിബായ് എളുപ്പത്തു. ആള് നിന്ന് ഇതൊക്കെ ഫിക്സ് ചെയ്താലും നമ്മുടെ കളികളൊക്കെ നടക്കുള്ളൂ. പേടിക്കണ്ട. ബായ് പോയത് തൃശ്ശൂർക്കാണ്. പെട്ടെന്നൊരു ടാക്സി എടുത്ത് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. നീ വാ. ആ ശരി. ഇപ്പൊ സമയം 10:30. ഇനി ഒരു മണിക്കൂർ അതിനുള്ളിൽ ബായ് ഇവിടെ എത്തും. ഇവിടെ വന്ന് സ്പേസ് ഒക്കെ പഠിപ്പിക്കാൻ ബായ്ക്ക് ഒരു 1.5 മണിക്കൂർ മതി എന്നല്ല പറഞ്ഞത്. എന്ന് വെച്ചാൽ ഒരു 1-1.15 ആകുമ്പോഴേക്കും നമുക്ക് പ്രിന്റ് തുടങ്ങാൻ പറ്റും. രാഹുൽ പറഞ്ഞ കണക്കനുസരിച്ച് ഇത്രയും പ്രിന്റ് നമുക്ക് രാത്രി ഒരു 10-10:30 ആകുമ്പോഴേക്കും തീർക്കാൻ പറ്റും. വിചാരിക്കണ പോലൊക്കെ നടന്ന നാളെ നേരം വെളുക്കുമ്പോഴേക്കും വേലപ്പറമ്പ് കംപ്ലീറ്റ് നമ്മുടെ ബോർഡുകളായിരിക്കും അല്ലേ? പ്ലാനിങ് ഒന്നും വേണ്ട. ഇപ്പൊ നമ്മുടെ മുമ്പിൽ ഇതാണ് വഴി. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. അത്ര തന്നെ നോക്കാം. ആ രാഹുൽ, പണി എന്തായി? പ്രിന്റ് അവർ പിന്നെന്താ, ഞാനിപ്പോ അവരുടെ അടുത്താ. എന്നാൽ ഇത് ഏതാണ് പാർട്ടി? രാഹുലിന് പ്രിന്റ് കിട്ടിയാ പോരെ? അപ്പൊ ഇവിടുന്ന് പ്രിന്റ് ചെയ്യണമെന്ന് അവന്മാർക്ക് അറിയില്ല. എന്താ അല്ലേ, ഒരിക്കൽ ഈ വർക്ക് കൈവിട്ട് പോയി. അവസാനം കറങ്ങി തിരിഞ്ഞ് എന്റെ അടുത്ത് തന്നെ എത്തി. ഈ വർക്ക് നീ തന്നെ ചെയ്യണം നെല്ലിക്കുളത്തമ്മന്റെ തീരുമാനം ഉണ്ടവനും. മനോ, ഇങ്കും മെറ്റീരിയൽസും ഞാൻ കോയമ്പത്തൂർ വിളിച്ച് ബസ്സിൽ കയറ്റിവിടാൻ പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും വിട്ട് പാലക്കാടിൽ നിന്ന് കളക്ട് ചെയ്യണം. ഞാൻ മാക്സിമം 1 hour അവിടെ എത്തും. ശ്രീജ പേടിക്കണ്ട. പറഞ്ഞ സമയത്ത് തന്നെ നമുക്ക് പ്രിന്റ് എത്തിക്കാം. വർക്കേട്ടാ, നീ പോയിക്കോ. എടാ സുധി, ആ 10-10 ഒരു 100 വേണം. എന്റെ സുധി, ആ വലുതൊക്കെ ആദ്യം അടിക്ക്. എന്തായി? പറഞ്ഞ സമയത്ത് തന്നെ ബോർഡുകൾ കയറിയിരിക്കും. ഓക്കെ. ആടാ മനു, അയ്യോ പണി കിട്ടിയല്ലോടാ. മുതലാളിന്റെ ബ്ലോക്ക് ചെയ്യപ്പെടാണ്ട് പാലക്കാട് എത്തുകയെന്ന് വെച്ചാല് അതൊരു ഭാഗ്യം തന്നെ കേട്ടോ. സാറേ, ബ്ലോക്ക് ഓർഡർ ഒന്നും തീരുന്നു തോന്നില്ലേട്ടാ. എന്ത് ബ്ലോക്ക് അത്? ഇനിയിപ്പോ എന്താടാ മനു ചെയ്യുക? അലിബായ. ആ അലിബായ്. ഹലോ, ഇത് ഹലോ മനോ,
இவட ரேஞ்ச் குறைவா, பிளாக் கிளியர் ஆகிறதுக்கு ரொம்ப நேரம் ஆகும் போல் இருக்கு. இப்ப நான் என்ன பண்றதுன்னு தெரியல. ഹലോ ഹലോ മനോ അലിബായ്, ഈ സാധനമൊക്കെ എനിക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റുമെന്ന് ചോദിച്ചാ പറ്റും. കഴിഞ്ഞ ഉടനെ തിരിച്ചോണ്ടെങ്കിലും മനു തൈകൂടെ പിടിച്ചോ. ഇവിടെ എന്തൊക്കെയുള്ളൂ, മതിയാ നോക്ക്. അല്ല ഇങ്ങോട്ട് തരി, എന്താ ആവശ്യം വരാന്ന് പറയാൻ പറ്റില്ല. അതൊക്കെ ഇതാ ரிமூவ் பண்ணியாச்சா? ஹெட் பிளேட்ல 5 ஸ்க்ரூ இருக்கும், அந்த 5ஐயும் எடுக்கணும். ஸ்க்ரூ ரொம்ப டைட்டா இருக்கும், கொஞ்சம் ஃபோர்ஸ் அப்ளை பண்ணா தான் வரும். ഓക്കെ അലിബായ്. ഇത് കലക്കും. പതുക്കെ ചെയ്താ മതി. എല്ലാ സ്ക്രൂവും എടുത്താച്ചാ അഴിച്ചോണ്ടിരിക്കാം. ഇതിൽ ഏറ്റവും അവസാനം അതും കൂടെ എടുക്കട്ടെ? അതേ എടുക്കണോ? ശരി, റെഡി. എടുത്തു അലിബായ്. இப்போ அதுக்குள்ள இருக்கிற டேமேஜ் ஆன ஹெட்ஸ் எல்லாத்தையும் ரிமூவ் பண்ணணும். முதல்ல இந்த ஹெட்ல இருக்கிற கேபிள்ஸ் எல்லாத்தையும் வெளியிடு. മനു ഇത് ഫ്ലെക്സ് അല്ല, ക്ലോത്ത് പോലെ ഉണ്ട്. നിങ്ങൾ ഇത് ഏത് കാലത്താ ഫ്ലെക്സ് ഒക്കെ ബാൻ ചെയ്യാൻ പോവല്ലേ? ഇനി ക്ലോത്ത് ആണ് ട്രെൻഡ്. അത് അടിക്കാൻ പറ്റിയ അഡ്വാൻസ് ടെക്നോളജിയാ ഇപ്പൊ നീ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അലിബായ്, ആ ഒരു കോള് വരുന്നുണ്ട്, ഒന്ന് ലൈനിൽ നിൽക്കണേ. ശരിപ്പാ. എടാ മനുവിടെ ഫ്രെയിംസ് ഒക്കെ റെഡി ആയി തുടങ്ങി. നീ ആയ പ്രിന്റ് ഇപ്പൊ തന്നെ കൊടുത്തിടാൻ തുടങ്ങിക്കോ, എന്നാലേ പറഞ്ഞ സമയത്ത് ബോർഡ് കയറ്റാൻ പറ്റുള്ളൂ. ആ അലിബായ് പറ. പ്രിന്റ് ഇപ്പൊ അപ്പോഴൊക്കെ 10 മിനിറ്റ് തീർക്കാൻ നോക്ക്. ചേച്ചി എന്താണ് സംഭവം? വിഷയം നേരാക്കാണ്, വിഷയം നേരാക്കാണ്. വിഷയം സമയം 1:30 ഇന്ന്. ഇപ്പോഴെങ്കിലും പ്രിന്റ് അടിച്ചു തുടങ്ങിയ തീരുള്ള വർക്ക് ആയിട്ട്, അല്ലെങ്കിൽ കംപ്ലീറ്റ് കയ്യിൽ പോകും. என்ன வந்துருச்சா? ടൈറ്റ് ആണ്. അലിബായ്, ബോർഡ് 2 ഞാൻ ഫിക്സ് ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്. ഇനി ഹെഡും കേബിൾസും പിടിപ്പിക്കണം. அந்த பாக்സിൽ ഇരിക്കുക, അത് എടുത്തുക. ഇനിയാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് മണോ. ഹെഡ് വളരെ സെൻസിറ്റീവാ. ചെറിയ അശ്രദ്ധ മതി, ലക്ഷ്യങ്ങൾ പോയി കിട്ടും. நான் சொல்றது நீ கவனமா கேளு, ஒன்றும் பயப்பட வேண்டாம். 8 ஹெட்டுகளும் கரெக்டா அந்தந்த ஸ்லாட்டுகளில் തന്നെ പിടിപ്പിക്കണം. എന്നിട്ട് ബോർഡിന് ഹെഡിലേക്ക് 3 കേബിളുകളാ ഉള്ളത്. ടാറ്റ കേബിൾ, പവർ കേബിൾ, കോംബോലെക്സ് കേബിൾ. അത് പരസ്പരം മാറാതെ പിടിപ്പിക്കാൻ ശ്രദ്ധിക്കണം. മാറിക്കൊടുത്താ പണി കിട്ടും. ശ്രദ്ധിച്ചു. ശരി, വാ വാ. അവനെന്ത് വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തെ? ഇതെന്തോ കളിയാ രാഹുലെ. പ്രിന്റ് അടിക്കുന്ന എവിടുന്നെന്ന് പറയാത്തപ്പോഴേ എനിക്ക് ഡൗട്ട് അടിച്ചതാ. പിന്നെ നമുക്കറിയാത്ത ഏത് പ്രിന്റിംഗ് യൂണിറ്റ് എവിടെ? ഉത്സവ സീസൺ അല്ലേ, ഫുൾ ടൈറ്റ് വർക്കാ, എങ്ങും നടക്കൂല. അപ്പൊ നിനക്ക് അറിയാലോ എവിടെയും കിട്ടില്ല എന്നുള്ളത്. എങ്കിൽ പിന്നെ മനുവിനെ നമ്മളെങ്കിലും വിശ്വസിക്കുക. ഒന്നുകൂടെ നോക്ക്. രാഹുലല്ല, നീ അറിഞ്ഞ? ഹലോ അലിബായ്, അലിബായ് കേൾക്കുന്നുണ്ടോ? നമ്മളെ റേഞ്ച് പോയതായിരിക്കുമോ? കുതിരാനിൽ റേഞ്ച് കിട്ടാൻ പണിയാ. അങ്ങോട്ട് വിളിച്ചു നോക്ക്. നീ അങ്ങോട്ട് വിളിച്ചോണ്ടിരിക്കുക. നമുക്ക് അങ്ങോട്ട് ഫിറ്റ് ചെയ്താലോ മനു? ഈ മാസം നിന്നെ ആരാക്കും, ഈ കൊടുങ്കാറ്റിലും ശാന്തനാക്കും. ഇത് നിന്റെ ചിന്തകൾ പോയ പാതകടലാസ് തൊട്ടു വർണ്ണങ്ങളാക്കും. കാലമിത്ര നീയോർത്തതില്ല, വാവേക്കാം മുന്നോട്ടേക്ക് ഒരു പണി. കഴിഞ്ഞത് കേവല പഴിമത്, നിലകൊരു കഴിവത്. അലിബായിനെ ഒന്നുകൂടെ വിളിച്ചു നോക്കാം. കിട്ടുന്നില്ലേ? നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കിയാലോ? രാഹുൽ, പ്രഭു നീ പോയി പ്ലഗ് കണക്ട്. ബെസ്റ്റ്. നിനക്ക് നല്ല പ്രാന്തണ്ടാ. ഇതിലടിച്ചിട്ടാണ് നീ പ്രിന്റ് വരാന്ന് പറഞ്ഞത്. ഏതിലടിച്ചാ നിനക്ക് പ്രിന്റ് കിട്ടിയാ പോരെ രാഹുൽ? എന്നിട്ട് എവിടെ? ഇപ്പൊ വരും. പറയട്ടാ. വാ. എന്താണ്ട് ഇവര് കാണിക്കുന്നത്? എടുക്ക്, അപ്പുറത്തേക്ക് വെച്ചോ, അപ്പുറത്തേക്ക് വെച്ചോ. ഓൺ ചെയ്തോ? ഓൺ ചെയ്തു, ഓൺ ചെയ്തു. ഓണാവുന്നില്ലേ? എന്ത് പറ്റി? എടാ ഇത് ഓണാവുന്നില്ല. ഒന്നുകൂടെ ഒന്ന് നോക്ക് മനു.
എന്നെയൊക്കെ വിശ്വസിച്ച് എന്നെ പറഞ്ഞാൽ മതിയല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യും? ഞാൻ അപ്പോഴേ പറഞ്ഞാൽ ഇവനെ ഏൽപ്പിക്കണ്ടെന്ന്. ഇപ്പൊ എന്തായി? ഇവന് ഭ്രാന്ത് കണ്ടിക്കാൻ നിങ്ങൾ വരണ്ട. രാഹുൽ പ്ലീസ്. നീ പറഞ്ഞാണ് ശരി. അവന് കോംപ്ലക്സ് ആണ്. കോംപ്ലക്സ് മൂത്ത് ഭ്രാന്തായതാണ് അവന്. എന്താ പറഞ്ഞേ? കോംപ്ലക്സ് അല്ലേ? കോംപ്ലക്സ്. അത് മൂത്തിട്ട്. കോംപ്ലക്സ് അല്ല, കോംപ്ലക്സ്. ഭായി പറഞ്ഞൊരു കേബിൾ നമ്മൾ കണക്ട് ചെയ്യാൻ മറന്നുപോയി. ബോർഡിന് ഹെഡിലേക്ക് 3 കേബിളുകളാണ് ഉള്ളത്. ടാറ്റ കേബിൾ, പവർ കേബിൾ, കോംബോലക്സ് കേബിൾ. കോംബോലക്സ് കേബിൾ. പോയ കാലം ഒരു പാഠമാകും ഇന്നോരോന്നും വെട്ടമാകും ആ വെട്ടമെന്ന തീകോളമാകും ഈ ഉലകം എനിക്ക് തന്ന പരകൾ എനിക്ക് മുന്നിൽ കഥ പതുക്കെ തുറന്നരികിൽ വന്നു പുതുജന്മം തേടിയെത്തും ഈ കൈകൾ മാനം താങ്ങി നിർത്തും. ഒന്നും നടക്കില്ല. അത്ര മോശം കാര്യമല്ലെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? രാഹുൽ പേടിക്കണ്ട. പറഞ്ഞ സമയത്ത് തന്നെ വേലപ്പറമ്പിൽ ബോർഡുകൾ കയറിയിരിക്കും. രാവിലെ തകർത്തടാ പോനെ. വേലപ്പറമ്പിൽ കമ്മിറ്റിയുടെ കെയർ ഓഫിൽ ഇത്രയധികം ബോർഡുകൾ, അതും പറഞ്ഞ റേറ്റിൽ നീ ക്ലോത്തിൽ അടിച്ചു തന്നപ്പോ ശരിക്കും ഞെട്ടിപ്പോയി. പ്ലാസ്റ്റിക് ഒഴിവാക്കി എക്കോ ഫ്രണ്ട്ലി വേലയെന്നൊക്കെ ഞാൻ മീഡിയക്കാരോട് അടിച്ചു വിട്ടിട്ടുണ്ട്. ക്രെഡിറ്റ് കംപ്ലീറ്റ് നിനക്കാ. ഞാനല്ല വിശ്വട്ടാ, അവനാ. മനുവിന്റെ പ്രിന്ററിലായിരുന്നു മൊത്തം അടിച്ച്. കലക്കിടാ മനു. നീ വിശ്വനോട് ക്ഷമിക്ക. അയ്യോ വിശ്വട്ടാ, അങ്ങനെയൊന്നുമില്ല. അങ്ങനൊക്കെ ഉണ്ട്. നിന്നോട് ഞാൻ അന്ന് പറഞ്ഞ വാക്ക് ഇനി എന്റെ കെയർ ഓഫിലുള്ള എല്ലാവർക്കും നിനക്കാ. ബിസിനസ് ഒന്നും എനിക്ക് ശരിയാവില്ല വിശ്വട്ടാ. വർക്കുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിശ്വട്ടിന് ഇവർക്ക് തന്നെ കൊടുക്കണം. അതെന്താ മനു, സ്വന്തമായിട്ട് ഇത്രയും നല്ലൊരു പ്രിന്ററൊക്കെ ഉള്ളപ്പോ? അതൊക്കെ ഞാൻ പ്രഭുവിനെ ഏൽപ്പിച്ചു. പാലക്കാട് സ്വന്തമായിട്ട് ഇവനൊരു പ്രിന്റിംഗ് യൂണിറ്റ് തുടങ്ങാൻ പോവാ. അപ്പൊ ഇതൊക്കെ ഒഴിവാക്കിട്ട് നീ എന്താ വനവാസത്തിന് പോവാ? വനവാസമൊക്കെ കഴിഞ്ഞില്ലേ, ഇനി പട്ടാഭിഷേകം. വെൽക്കം ടു ലീച്ചിങ് മൾട്ടിമീഡിയ. ലീച്ചിങ് മൾട്ടിമീഡിയയിലോ? എടാ നമ്മുടെ ശ്രീജ അവിടെയല്ലേ വർക്ക് ചെയ്യുന്നത്? വേൾഡിലെ തന്നെ നമ്പർ 1 ഗെയിം ഡെവലപ്പേഴ്സ് അവര്. ഞാൻ ഒരു പ്രാവശ്യം ട്രൈ ചെയ്താ, പക്ഷെ കിട്ടിയില്ല. മനുവിന് എങ്ങനെ അവിടെ കിട്ടി? ലില്ലിയോ? നമ്മുടെ ഇവിടെ ഇങ്ങനെയൊക്കെ ഡിസൈൻ ചെയ്യുന്ന ആൾക്കാരുണ്ടോ? അപ്പൊ ഡിസൈൻ ഫിക്സ്. താങ്ക് യു സർ. എക്സ്ക്യൂസ് മീ, മനുവല്ലേ? അരെ കോംപ്ലാൻ പോയി. ഞാൻ ലില്ലിയോടോ. ഫാന്റാസ്റ്റിക് വർക്ക്, ഐ ലൈക്ക് ഇറ്റ്. എന്ത് കഴിഞ്ഞ് പിന്നെ കണ്ടില്ലല്ലോ. വരെയൊക്കെ ഇപ്പോഴുണ്ടോ? സോ ഗൈസ്, ദിസ് ഈസ് മനു, our new character division head. Believe me, he is a fantastic artist. സ്കൂളിൽ പഠിക്കുമ്പോഴേ എൻ്റെ ക്യാരക്ടർ സ്കെച്ചസ് കണ്ട് ഞാൻ ഫ്ലാറ്റ് ആയിട്ടുണ്ട്. പിന്നെ കുറേ നാളിന് ശേഷം വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഞങ്ങൾ മീറ്റ് ചെയ്തത്. അന്ന് ഞാൻ ആവശ്യപ്പെട്ടതനുസരിച്ച് മനു എനിക്ക് കുറച്ച് ക്യാരക്ടർ സ്കെച്ചസ് അയച്ചു തന്നിരുന്നു. ആൻഡ് ദ ഗുഡ് ന്യൂസ് ഈസ്, ഈ സെയിം ക്യാരക്ടർ സ്കെച്ചസ് കാരണമാണ് നമ്മുടെ പുതിയ ഗെയിം പ്രൊജക്ട് അപ്രൂവ്ഡ് ആയത്. സോ താങ്ക്സ് ടു മനു, and I'm sure he can create wonders in all our upcoming projects. Welcome to Legion Multimedia. All the best. Thank you. All the best, Manu. Thank you. ശ്രീ മനു, വാ ക്യാബിൻ കാണിച്ചു തരാം. വാ.